മുനമ്പം വഖഫ് ഭൂമി വിവാദ പ്രശ്നത്തിൽ മുനമ്പം ജനതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും സർക്കാർ അതിനൊപ്പമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ പോലും കേസ് കൊടുക്കുന്നുണ്ട്. കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ ഹർജികൾ വരുന്നത് എന്തുകൊണ്ട് എന്ന് കോടതി പരിശോധിക്കണമെന്നും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി തന്നെ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും പി രാജീവ് വ്യക്തമാക്കി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വഖഫാണോ അല്ലയോ എന്നുള്ളതൊന്നും ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞിട്ടില്ല. ടേംസ് ഓഫ് റെഫറൻസ് വളരെ സ്പെസിഫിക് ആണ്. ബോണഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന് അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കാനാണ്. അത് ഗവൺമെന്റിനുള്ള അധികാരമാണ്. ആ അധികാരം വെച്ച് അവിടെ താമസിക്കുന്ന ആളുകളുടെ നിയമപരമായിട്ട് അവരെങ്ങനെ സംരക്ഷിക്കാം, അവര് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഒഴിവാക്കാം, അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും, അത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ച് ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഞങ്ങൾ നിൽക്കുന്നത് മുനമ്പത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശം, വർഷങ്ങളായി താമസിക്കുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ ജനങ്ങൾ അവരുടെ അവകാശം സംരക്ഷിക്കാൻ കഴിയണം. അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും നിയമപരമായി എന്നത് അതിനാവശ്യമായ റെക്കമെൻഡേഷൻ, ശുപാർശകൾ നൽകാനായിട്ടുള്ള ഒരു കമ്മീഷൻ. വേറെ അപ്പുറത്ത് വേറെ കേസ് ലീഗിന്റെ തന്നെ ആളുകൾ തന്നെ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ അവർ കേസ് കൊടുക്കുന്നുണ്ട് വേറെ വശത്ത്. ഇതെല്ലാം നിൽക്കുമ്പോൾ വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ പറഞ്ഞത് എന്താണ്, വഖഫ് ഭൂമി ആകാം അല്ലാതിരിക്കാം, ഏതാണെങ്കിലും വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബോണഫൈഡ് ഒക്യുപ്പൻസ് ആയിട്ടുള്ള ആളുകളുടെ നിയമപരമായ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കണം.